നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഉള്ളിലേഹ്യം ഉണ്ടാക്കാം. അപ്പൊ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒന്നാണിത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും, പുരുഷന്മാർക്കും കഴിക്കാം. ഉള്ളിയുടെ കൂടെ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ട് അല്പം സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല ഉള്ളി നമുക്കിവിടെ കാണാൻ കിട്ടാറില്ല, വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. ഇത് ഷോപ്പിലിരിക്കണ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാ ഇതുകൊണ്ടൊന്ന് ലേഹ്യം ഉണ്ടാക്കാന്ന്. ഇത് 1 കിലോളം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഉള്ളിയെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 1/2 കിലോ ഈന്തപ്പഴമാണ്. അപ്പൊ ഈന്തപ്പഴം ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വല്ല കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഈന്തപ്പഴം കഴുകിയിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴം ചേർക്കണം എന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്തായാലും ഉള്ളിലേഹ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈന്തപ്പഴം കൂടെ ഇടുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സും കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ബദാം ചേർക്കുന്നുണ്ട്. ഇതൊരു 150 ഗ്രാം ഉണ്ട്. പിന്നെ കാഷ്യൂനട്ട് ഇതും ഒരു 150 ഗ്രാം ഉണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ കരിപ്പെട്ടി ചേർക്കുന്നുണ്ട്. ഇത് പാം ജാഗരിയാണ്. ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ പാം ജാഗരി, അതായത് നമ്മുടെ ഈ കരിപ്പെട്ടി കൂടെ ചേർക്കുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും ഈന്തപ്പഴത്തിന്റെ മധുരത്തിന്റെ കൂടെ. അപ്പോൾ ഇതൊരു 400 ഗ്രാം ഉണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, ഇതിന്റെ പകുതി മതി. അപ്പൊ ഞാൻ ഇതിനൊന്ന് തട്ടിപ്പൊട്ടിച്ചിട്ട് പകുതി എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഇത് 2 തേങ്ങയുടെ 1/4 പാലാണ്. ഈ ഒരു ഗ്ലാസ് വലുപ്പത്തിലുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1.5 ഗ്ലാസ് 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. 1/4 പാൽ എടുത്ത് അതേ തേങ്ങയിൽ തന്നെ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് 2/4 പാല് 3/4 പാല് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഈ ഒരു ഗ്ലാസ് അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കരിപ്പെട്ടി നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പൊ ഞാൻ അതിനൊക്കെ തട്ടിപ്പൊട്ടിച്ച് അതിന്റെ പകുതി അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം 1/2 ഗ്ലാസിനേക്കാളും ഒരിത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഉരുക്കിയെടുക്കാം. കരിപ്പെട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഒരു കാരണവശാലും പഞ്ചസാര ഒന്നും യൂസ് ചെയ്യരുത്. അപ്പൊ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഉള്ളിയും ഈന്തപ്പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടെ ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, 2/4 പാലും 3/4 പാലും ചേർത്തിട്ടുള്ളത്, അതിന്റെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ടല്ല ഇത് വേവിച്ചെടുക്കുന്നത്, ഈ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ അതിന്റെ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോ ആക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിലും കൂടെ അടുപ്പിക്കാം. എന്നിട്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാ ആവിയും പോയതിന് ശേഷം തുറക്കാം. അപ്പോൾ ഇത് നമുക്കിനി വേവിക്കാൻ വെക്കാം. ചക്കര നമ്മളിവിടെ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബദാമും കാഷ്യൂനട്ടും നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. നമ്മുടെ ഉള്ളി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഈ ബദാമിനെ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയിട്ട് വീണ്ടും ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. 2-3 മിനിറ്റ് നേരം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. കശുവണ്ടി ഇതുപോലെ തന്നെ ചെയ്യാം. കശുവണ്ടിയും ഇതുപോലെ ഒരു 3 മിനിറ്റ് നേരം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി പാനിൽ നിന്ന് മാറ്റുകയാണ്. ചൂടാറുമ്പോൾ നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി 2 കൂട്ടം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് മതി കേട്ടോ. 1 ടീസ്പൂൺ നല്ല ജീരകം. ഇത് 2 ഇതുപോലെ ചൂടാക്കി എടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റാം. ഈ ചൂടാക്കി എടുത്ത ബദാമും കാഷ്യൂനട്ടും ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. തരിത്തരിപ്പായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ, നന്നായി പൊടിക്കണ്ട. നന്നായി പൊടിക്കുമ്പോൾ ഈ കാഷ്യൂനട്ടിൽ നിന്നൊക്കെ ഓയിൽ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വേണ്ട. ചൂടാക്കി എടുത്തിട്ടുള്ള ഉലുവയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ്. തവണയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം എല്ലാ കാഷ്യൂനട്ടും ബദാമും ഒക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഉള്ളി വെന്തത് എന്തായാലും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. 1 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് 2 വിസിലും കൂടെ അടുപ്പിച്ചു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫുള്ള് ആവിയൊക്കെ പോയിട്ടുണ്ട്.
ഉള്ളിയും ഈന്തപ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കയ്യിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് അരച്ചൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലിനി ചക്കര ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈന്തപ്പഴം തന്നെ മതി കേട്ടോ. ഈന്തപ്പഴത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഈന്തപ്പഴം ഒഴിവാക്കിയിട്ട് നമ്മൾ ഉള്ളിയും ചക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ സാധനങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ വീണ്ടും വേറെ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 വിസിൽ ശരിക്കും കറക്റ്റാണ് ഇതിൻ്റെ വേവ് പാകം. നന്നായി പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇത്രയും നല്ല കട്ടിയുള്ള പാത്രം ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കാം. ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പശു നെയ്യ് ഒഴിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഉടച്ചെടുത്തിട്ടുള്ള ഉള്ളി ഈന്തപ്പഴ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഈ കൂട്ടിന് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിൽ ഒരു 3-4 മിനിറ്റ് നേരം നന്നായി വഴറ്റിയെടുത്തു. ഇതിലേക്ക് ഇനി 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഇത് വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്, ബാക്കിയുള്ള പാല് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇതിനെ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ദൂരം മാറി നിന്നിട്ട് ചെയ്യുക. നല്ല നീളമുള്ള കയ്യിലൊക്കെ എടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയും ഈന്തപ്പഴം മാത്രം ഇട്ടിട്ട് വേവിക്കാം കേട്ടോ, ചക്കര ചേർക്കാതെ. പക്ഷെ ചക്കരയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കുറച്ച് നേരം വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ചക്കര ഇല്ലെങ്കിൽ ശർക്കര മതി. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളിയും ചക്കരയും തേങ്ങാപ്പാലിലും മാത്രം വേവിച്ചെടുക്കാം കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇപ്പൊ ഈന്തപ്പഴം കൂടെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഗുണമാണ്. ഈന്തപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അപ്പം ഇത് സ്കിന്നിന് നല്ലതാണ്, ഹൈ ഫൈബർ ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഇല്ലാണ്ടാക്കും. പിന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഈ ഈന്തപ്പഴം. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മൾ ഉള്ളിലേക്ക് ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഇതും കൂടെ ഒക്കെ ഇട്ട് കാണിക്കുമ്പോൾ അത് ഇത്തിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്തിരി കൂടെ ഗുണങ്ങളും അടങ്ങിയതാണ്. പ്രസവിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ പ്രായക്കാർക്കും ഇത് കഴിക്കാം. ഒരു 35 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ സ്വയം ശരീരമൊന്നും സംരക്ഷിക്കില്ല. അപ്പൊ അവരൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ. പിന്നെ ടീനേജ് പ്രായത്തിൽ വരുന്ന പെൺകുട്ടികൾ, അവരൊക്കെ ഈ മെൻസ്ട്രേഷൻ ടൈമിലും ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. 3 വയസ്സ് മുതൽ തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അത് 2 നേരം വെച്ച് കൊടുക്കുക, ഓരോ ടീസ്പൂൺ വെച്ചിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കി കുറെ കാലം സൂക്ഷിച്ചു വെക്കാതെ വേഗം കഴിച്ച് തീർക്കുക. ചിലര് ഈ ഉള്ളിലേക്ക് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് വെളുത്തുള്ളിയുടെ മണം അത്ര പിടിക്കാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി 1 കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ പകുതി വെച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/4 കിലോ വെച്ച് ചേർക്കാം. ഇവിടെ വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അനീമിക് ഒക്കെ ആയ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലേഹ്യാണിത്. പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ അവർ ഒരുപാട് മരുന്ന് അതൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റില്ല. ശരിക്കും പറയാൻ വെച്ചാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല, മരുന്നിന്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട്. ഇതാവുമ്പോൾ നമ്മൾക്ക് തന്നെ വീട്ടില് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലെയിം നമുക്ക് കുറച്ചും കൂട്ടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം. കൂടുതൽ സമയം ഹൈയിലിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഹൈയിലിടുമ്പോൾ നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട്, കയ്യിലേക്കൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. സൂക്ഷിക്കണം. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കഴിക്കാം. ഇപ്പോൾ രക്തക്കുറവൊക്കെ ഉള്ള ആൺകുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 2ാം പാലും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, കാഷ്നട്ടും ബദാമിന്റെയും, ആ പൊടികൾ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ പൊടികളൊന്നും ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബദാമും കാഷ്നട്ടൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി കൂടെ നല്ലതല്ലേ, ശരീര പുഷ്ടിക്കൊക്കെ ബെസ്റ്റാണ്. അങ്ങിങ്ങായിട്ടൊക്കെ അങ്ങനെ പൊടിയാണ്ട് കിടക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട്. അത് കുഴപ്പമില്ല, കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം.
പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉലുവ നമ്മൾ ചേർക്കുമ്പോൾ അധികം ചേർക്കാൻ പാടില്ല, കഴിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് 1 പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്ത് വറ്റിച്ചെടുക്കണം. ഇതൊരു 5-6 ദിവസമൊക്കെ പുറത്ത് വെക്കാം കേട്ടോ, കേടാവാതിരിക്കും. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് കേടാവാതിരിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. കഴിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. കുറച്ചു നേരം നമുക്ക് ഇളക്കുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ അളവിലുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ കൂടാണെങ്കിൽ ഇത് വറ്റി കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും. ഉള്ളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പാലിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് വറ്റി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇനിയും ആവാനുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ഇപ്പം 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പാകമായി എന്നറിയുമ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നിങ്ങനെ വിട്ട് വരും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 സ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കണം. 1 സ്പൂൺ നിറയെ ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണക്കും. നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉള്ളിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും നമ്മൾ അറിയില്ല. നമ്മുടെ ലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴിങ്ങനെ വിട്ടു പോരണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം നമ്മുടെ ഈ ഉരുളിക്ക് നല്ലൊരു ചൂടുണ്ട്. അപ്പൊ ഈ ചൂടിൽ വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇത് ഇത്തിരി കൂടെ ആ ചൂടിൽ ഒന്നും കൂടെ ഒന്ന് മുറുകി കിട്ടും. ഇപ്പൊ ദേ കണ്ടോ, ഈ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരുന്ന പാകം, അതാണ് നമ്മുടെ ലേഹ്യത്തിന്റെ കറക്റ്റ് പാകം. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റോളം വീണ്ടും ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിന് ശേഷം നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലോ ബോട്ടിലോ ഒക്കെ ആക്കി മാറ്റി വെക്കാം. ഉള്ളിയും ശർക്കരയും തേങ്ങാപ്പാലിൽ മാത്രമാണ് അത് സാധാരണ ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഇത്തിരി കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ലേഹ്യമൊക്കെ നന്നായി തണുത്തുണ്ട്. അപ്പൊ ഞാനിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിയിലിട്ട് വെക്കാം. നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ കോരുന്ന ടീസ്പൂണിലും വെള്ളത്തിന്റെ അംശമില്ലാതെ നോക്കണം. രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷം 1 ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കാം. ഉള്ളിലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ നമ്മൾ ഈന്തപ്പഴമൊക്കെ ചേർത്ത് ബദാം നട്ട്സ് ഒക്കെ ചേർത്ത് വളരെ ഡെലീഷ്യസ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കഴിക്കാം. ചാൻസ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.